കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് NBTC കമ്പനി പ്രതിനിധികൾ 24-നോട് പറഞ്ഞു. കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകും. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം രൂപ നൽകുമെന്ന് KCA ഗ്രൂപ്പ് ഡയറക്ടർ KC ഈപ്പനും NBTC ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഷിബി എബ്രഹാമും അറിയിച്ചു. സർ, ഇതിപ്പോൾ നമ്മൾ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് വരെ വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇവർക്കൊപ്പമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ദുഃഖമാണെന്നറിയാം. എങ്ങനെയാണ് ഈ കാര്യത്തിനെ നിങ്ങൾ നേരിടുന്നത്? ഇതിൻ്റെ കാര്യക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? NBTC എന്ന് പറയുന്നത് ഒരു വൺ ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയപ്പോൾ മുതൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ 2 പ്രാവശ്യം എല്ലാ എംപ്ലോയീസുമായിട്ട് കൂടാറുണ്ട്. അങ്ങനെ ബന്ധങ്ങൾ ഞങ്ങൾ അരക്കെട്ട് ഉറപ്പിച്ചിട്ടുള്ളവരാണ്. ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓരോ വീടുകളിലും ഓരോരുത്തരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കമ്പനി നേരിട്ട് തന്നെയാണോ ഇതിൻ്റെ? ഞങ്ങളുടെ കമ്പനി അന്ന് മുതൽ കുവൈറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് അതൊരു വാർ റൂം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഞങ്ങൾ ഒരു ടീമിനെ ഓരോ ടീമിനെയും ഓരോ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവർക്കൊരു ആശ്വാസധനമൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾ ഒരു 8 lakhs rupees ഉടനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ പ്രോവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെ കുറേ ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കും. അവരുടെ എന്താവസ്ഥയും ഞങ്ങൾ കൂടെ കാണും, ഉടനടി കൊടുക്കും. അതല്ലാതെ നല്ലൊരു എമൗണ്ട് തന്നെ എക്സ്ട്രാ ഞങ്ങളൊരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുടുംബങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തും. ഇപ്പോൾ ഈ നമ്മൾ ഓരോ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് നമ്മളെ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ഇത് ഡിസ്കഷൻ വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇപ്പോഴേ ഒരു ഡിസിഷൻ ഇപ്പോൾ ആയിട്ടില്ല. വി ആർ ഡിസ്കസിങ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്. നമ്മൾ പറഞ്ഞ പോലെ NBTC എന്ന് പറഞ്ഞാൽ ഒരു വൺ ടീം വൺ ഫാമിലി ആയിട്ട് നമ്മൾ നീങ്ങുന്നത്. ഫ്രം ബിഗിനിങ് നമ്മൾ എംപ്ലോയീസിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കും. ദേ ആർ ലൈക്ക് അവർ ഫാമിലി മെമ്പേഴ്സ്. ഇത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആയിപ്പോയി. ആൻഡ് നമുക്ക് ഇറ്റ്സ് എ ബിഗ് ലോസ് ഫോർ അസ്. ആൻഡ് വി ആർ വെരി ഷോക്ക്ഡ് ടു സീ ദിസ് happen that this has happened. ഓരോ എംപ്ലോയീസിൻ്റെ റൂട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം മിസ്റ്റർ എബ്രഹാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എൻ്റെ ചില അനുമാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തീയിൽ വെന്തു മരിക്കാതിരിക്കാൻ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നതിനൊപ്പം 4 പേരെ കൂടി രക്ഷിച്ചാണ് തിരുവല്ല സ്വദേശിയായ അനിൽകുമാർ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. 2ാം നിലയിൽ നിന്നുള്ള ചാട്ടത്തിൽ കാലിന് പരിക്കുപറ്റി ചികിത്സയിലാണ് ഇപ്പോൾ അനിൽകുമാർ. അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചു. കുവൈത്തിൽ നിന്നും സഹസി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഞങ്ങളുടെ റൂമിലുള്ള 3 പേര് അവരോട് ഞാൻ എഴുന്നേക്കും. അപ്പോൾ അവരെല്ലാം ഉറക്കത്തില്ലല്ലേ, ചാടി എഴുന്നേറ്റ് സെക്കൻഡ് ഫ്ലോർ ഞങ്ങളുടെ റൂമിലിരുന്ന് ഹോളിലോട്ട് ചാടിയിട്ടാണ് സ്റ്റെപ്പിലോട്ട് പോകാൻ. ഹോളിലോട്ട് പോയപ്പോൾ ഹോള് മുഴുവൻ നിറഞ്ഞിരിക്കും, പുക നിറഞ്ഞിരിക്കുക, പോകാൻ വയ്യ. ബാൽക്കണി ഇല്ല, എൻ്റെ അവിടെ ബാൽക്കണി ഇല്ല, പുറത്തേക്കേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവരെ 2 റൂമിൽ അവരെ ഉണർത്തിട്ട് ഞാൻ പറഞ്ഞു തീയേ ഇവരെ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റൂമിലുള്ള ജോലിക്ക് പോകുന്നതിന് വേണ്ടി സ്ഥിരമായി പുലർച്ചെ നേരത്തെ എണീക്കുന്നതാണ് അനിൽകുമാറിൻ്റെ ശീലം. 4 മണിയോട് കൂടി എഴുന്നേൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ശീലം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന 4 പേരുടെ കൂടി ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കെ കനത്ത ചൂടും പുകയും കണ്ടാണ് അദ്ദേഹം ഈ അപകടം ആദ്യം തിരിച്ചറിയുന്നത്. ആദ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്ന് കനത്ത പുക റൂമിലേക്ക് അടിച്ചു കയറി. ആദ്യം ഇത് ശ്വസിച്ചപ്പോൾ തന്നെ ശ്വാസം മുട്ടലുണ്ടായി. ഉടനെ തന്നെ മറ്റു റൂമിലുള്ള വിളിക്കാവുന്ന പരമാവധി ആളുകളെ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. കതകിൽ തട്ടി ബഹളം വെച്ച് വിളിച്ചുണർത്തി. ഇതോടുകൂടി തന്നെ ബാക്കിയുള്ളവരെ പരമാവധി വിളിക്കാൻ ശ്രമിക്കുന്നതിനിടെ കനത്ത പുക നിറഞ്ഞ് ശ്വാസം മുട്ടലുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ ബാക്കിയുള്ള ആളുകൾ വിളിച്ച് രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയായിരുന്നു. കോണിപ്പടി ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ ഇത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് പുറത്തേക്ക് എടുത്ത് ചാടാനുള്ള ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. 2ാം നിലയിൽ നിന്ന് ചാടി താഴെ മറ്റൊരു ചെറിയ കോൺക്രീറ്റിലേക്കാണ് അദ്ദേഹം ചാടിയത്. അതിൽ തന്നെ കാലൊടിഞ്ഞു, കണങ്കാലിനും ഉപ്പൂറ്റിക്കും നിലവിൽ പരിക്കുണ്ട്. അവിടെ നിന്ന് പിന്നീട് ആരോ കോണി വെച്ച് കൊടുത്ത ശേഷം ഇറങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടെയുള്ള 4
പേർ കൂടി രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോഴും കൂടെയുള്ള അധികം പേരെ വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്. കനത്ത പുക, അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അല്പസമയം കൂടി അവിടെ ചെലവഴിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. കണങ്കാലിന് സർജറി വേണ്ടിവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉപ്പൂറ്റിക്കും പരിക്കുണ്ട്. എന്തായാലും മറ്റു പരിക്കുകൾ സാരമായി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ 17 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഗാർമെന്റ് സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് പരിചയക്കാരും മറ്റുമൊക്കെയുള്ള ഈ മരിച്ചവരിൽ പലരും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിന്റെ വലിയ വേദനകളും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട നളിനാക്ഷൻ്റേതുപോലെ തന്നെ വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ തീരുമാനം കൊണ്ട് ജീവൻ തിരികെ കിട്ടിയതിൻ്റെ ഒരു വലിയ സർവൈവൽ കഥയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഒരു അനുഭവമാണ് നമ്മളോട് പറയാനുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ചികിത്സയിലാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഉൾപ്പെടെ, അനിൽകുമാർ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുപോലെ മലയാളികൾ ഉൾപ്പെടെ കേബിളിൽ തൂങ്ങിയും താഴേക്ക് ചാടിയും ഒക്കെ രക്ഷപ്പെട്ടത്. പലരുടെയും പരിക്കുകൾ ഇങ്ങനെ ചാടിയത് കൊണ്ട് കാലുകൾ പൊട്ടിയും നട്ടലിനുമൊക്കെയുള്ള പരിക്കുകളാണ്. ഇങ്ങനെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനിടെ പരിക്കേറ്റവരാണ് ഭൂരിഭാഗവും ഇപ്പോഴും ചികിത്സയിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കുവൈറ്റിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മലയാളി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വരുന്നു. കൊല്ലം ഓയൂർ സ്വദേശി ഷമീറാണ് കൊല്ലപ്പെട്ടത്. ഷമീർ ഉൾപ്പെടെ 41 പേരാണ് അപകടത്തിൽ മരിച്ചത്. മരിച്ചവരിൽ നിരവധി മലയാളികളുണ്ടെന്നാണ് വിവരങ്ങൾ. പുക ശ്വസിച്ചും തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴുമാണ് കൂടുതൽ പേരും മരിച്ചത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, മരണസംഖ്യ ഉയരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിൽ കൂടുതൽ മലയാളികളുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. എത്ര കൂടുതൽ പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. ഏത് തരത്തിലാണ് ഈ നിമിഷത്തിൽ സ്ഥിരീകരിക്കാനാവുന്നത്? അപർണ, അതീവ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത വന്നത്. കുവൈറ്റിൽ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ മരണസംഖ്യ നിലവിൽ 41 കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ 21 പേർ ഇന്ത്യക്കാരാണ്. ബാക്കി 11ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർ മലയാളികളാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം, തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലേബർ ക്യാമ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫ്ളാറ്റിന്റെ 6ാം നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എങ്കിലും താഴത്തെ നിലയിൽ നിന്ന് തീ പടർന്നു പിടിച്ചതാണ് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇത് തീ കൂടുതൽ പടർന്നു പിടിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. നിലവിൽ ഒരു മലയാളിയെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൊല്ലം ഓയൂർ സ്വദേശിയായ ഷമീറാണ്. ഡ്രൈവർ ജോലി നോക്കുന്നയാളാണ് ഷമീർ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ എല്ലാം തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 ആശുപത്രികളിലാണ് പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ ദുരന്തം കുവൈറ്റ് സമയം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഈ തൊഴിലാളികൾ, അതായത് വിശ്രമിക്കുന്ന സമയമായതിനാലായിരിക്കണം ഇത്രയും വലിയ തോതിലേക്ക് ഈ മരണസംഖ്യ ഉയരാനുള്ള അല്ലെങ്കിൽ പരിക്കുയരാനുള്ള ഒരു കാരണം എന്നാണ് പറയുന്നത്. ഏതായാലും കുവൈറ്റിന്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ സംഭവസ്ഥലം സന്ദർശിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാടിനെ നടുക്കിയ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. 41 പേർ മരിച്ചു. അതിൽ 21 പേർ ഇന്ത്യക്കാരാണ്. 11 പേർ മലയാളികളാണ്. ആ മലയാളികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരാളുടെ വിവരം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അത് കൊല്ലം സ്വദേശിയായ ഓയൂരിലെ ഷമീറാണ്. ഏതായാലും ഈ കെട്ടിടം എന്ന് പറയുന്നത് NBTCയുടെ ഉടമസ്ഥതയിലുള്ള കുവൈറ്റിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് നിർമ്മാണ കമ്പനിയാണ് ഈ NBTC എന്ന് പറയുന്നത്. അതിന്റെ ഓണർ എന്ന് പറയുന്നത് മലയാളിയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ കെയർ ടേക്കർ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരമാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നു. മലയാളികളുടെ എണ്ണവും മരിച്ചവരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. നിരവധി പേരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ആ വിവരങ്ങൾ ഇപ്പോൾ
അതിൽ കാണാതായവരും ഉൾപ്പെടുന്നു എന്നതിനാൽ തന്നെ ആര് മരിച്ചു ആര് മരിച്ചില്ല അല്ലെങ്കിൽ കാണാതായിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ മരിച്ച ഒരാളുടെ വിവരം മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അത് തീർച്ചയായും സുവി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ആ തരത്തിലാണ്. അപ്പോഴും ഇതിനകത്ത് പുറത്തു വരുന്നത് ഈ NBTC കമ്പനിയിലെ തൊഴിലാളികളായിട്ടുള്ള 195ഓളം പേർ ഇവിടെ താമസിച്ചിരുന്നതായി പറയുന്നു. അതായത് മലയാളിയായിട്ടുള്ള ഒരാളുടെ കമ്പനിയിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ മലയാളികൾ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത, ആ തരത്തിലുള്ള ഒരു വിശകലനം നിർഭാഗ്യവശാൽ ഈ സമയത്ത് നടത്തേണ്ടതായി വരികയില്ലേ? പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ ഈ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. എത്ര പേർക്ക് പരിക്കുണ്ട്, അവരുടെ നില എങ്ങനെയാണ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ ഈ സമയത്ത്? അപർണ, ഞാൻ നേരത്തെ പറഞ്ഞു 41 മരണമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ പോലും അനൌദ്യോഗിക കണക്ക് പ്രകാരം 48, 49 മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പരിക്കേറ്റവർ 30-നും 40-നും ഇടയിലാണ് എന്ന് പറയുന്നു. ഇതിൽ പരിക്കേറ്റവർക്ക് പുക ശ്വസിച്ചതുകൊണ്ടാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ 6ാം നിലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മരണഭയത്തെ തുടർന്ന് ആളുകൾ ആ 6ാം നിലയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അതുമൂലമാണ് പലർക്കും പരിക്കേറ്റിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ആശുപത്രിയിലാണ്. ഏതായാലും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പ്, അവിടെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ മണലാരണ്യത്തിലേക്ക് ജീവിതം തേടിപ്പോയവരെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. എത്ര വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ നിന്ന് കടന്നുപോയിരിക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് പറയേണ്ടി വരും. ഏതായാലും കൊല്ലം ഓയൂർ സ്വദേശിയായ യുവാവാണ് നിലവിൽ മരിച്ചു എന്ന വിവരം ഉള്ളത്. ബാക്കിയുള്ളവർ, അതായത് 11 പേർ മരിച്ചു മലയാളികൾ എന്ന് പറയുന്നതിലേക്ക് കൂടി വരും സമയത്ത് വരാം. സുവി, ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അപ്പോഴും കുവൈറ്റ് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു അപകടത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്ഥാനപതി അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്? കുവൈറ്റിൽ തന്നെ ഇത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വരുന്നത്? അപർണ, കുവൈറ്റ് ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഫഹദ് അൽ യൂസഫാണ് അവിടെ എത്തിയത്. അവർ എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഏതായാലും ഇന്ത്യൻ എംബസിയും എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അല്ലെങ്കിൽ ആർക്കെല്ലാം എന്തെങ്കിലും വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിയും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായിരുന്നു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. 3 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടേക്കെല്ലാം തന്നെ ഇന്ത്യൻ എംബസിയുടേത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കുവൈറ്റിനെ നടുക്കിയ, കുവൈറ്റിൽ സമീപകാലത്ത് ഉണ്ടായതിനേക്കാൾ വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിലാണ് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ട് ഇരിക്കുന്നത്. അവിടേക്ക് ആ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപർണ, സുവി,
കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ച പന്തളത്തെ ആകാശ് ശശിധരൻ നായരുടെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി NK ഷിജു ഉണ്ട്. ഷിജു, കുടുംബത്തിന് ഇപ്പോഴും വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഈ പത്തനംതിട്ടയിൽ മന്ത്രിയായ വീണ ജോർജ് അദ്ദേഹത്തിന്റെ വീട്ടിൽ, ആകാശിന്റെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ വീട്ടിൽ നിന്നുള്ള വിവരം? അല്പസമയം മുമ്പ് മന്ത്രി ആകാശ് എസ് നായരുടെ വീട് സന്ദർശിച്ചു മടങ്ങി. വീടിന്റെ ഈ വീട് ഇപ്പം ഞാൻ ആകാശിന്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. നിരവധി ആളുകൾ, ബന്ധുക്കളടക്കം നിരവധി ആളുകൾ ഈ മരണവാർത്ത അറിഞ്ഞ് ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. പലരും ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ കൃഷ്ണമോഹൻ ഉൾപ്പെടെ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് കുടിയേറി പോയിട്ടുള്ള എല്ലാവരും അവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം ഏതാണ്ടൊന്ന് പച്ചപിടിപ്പിച്ച് വരുന്നതിനിടയിലാണ് പലരും മരണപ്പെട്ടത്. ആകാശ് 8 വയസ്സിൽ ആകാശിന്റെ അച്ഛൻ മരിച്ചതാണ്. അതിനുശേഷം ആകാശ് പഠിച്ച് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് ഇപ്പോൾ ഈ കുടുംബം വീടൊക്കെ നേരെയാക്കിയെടുത്ത് സഹോദരിയുടെ വിവാഹം ഉൾപ്പെടെ നടത്തി. അതിനുശേഷം ആകാശ് ഈ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഒരു വിവാഹം ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം ഉൾപ്പെടെ നടത്തുന്നതിനിടയിലാണ് ആകാശിന്റെ മരണം സംഭവിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ സ്വപ്നം, ഒരുപാട് കാര്യങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് അങ്ങനെ ആകാശ് യാത്രയാവുന്നത്. എന്തായാലും ആകാശിന്റെ ബന്ധു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. സഹോദരിയുടെ അല്ല, ആകാശിന്റെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്. ഈ ആകാശ് ഇപ്പോൾ അടുത്ത് വരാനിരിക്കുക, ഓണത്തിന് നാട്ടിൽ വരാനിരിക്കുമായിരുന്നു. അവൻ്റെ മകന് 2 ആഴ്ച മുമ്പ് വിളിച്ചായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പറഞ്ഞ്, നീ വരുന്നില്ലയോ നാട്ടിൽ ഉടനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മാസത്തെ സാലറി പെൻഡിങ് ഉണ്ട്, അതെല്ലാം കിട്ടാതെ എങ്ങനെ വരുന്നത്, അതുകൊണ്ട് ഓണത്തോട് അടുപ്പിച്ചേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ നമ്മളൊരു വിവാഹമൊക്കെ നടത്തി വിടാനുള്ള പരിപാടിയിലായിരുന്നു ഇരുന്നത്. ആകാശാണ് ഈ കുടുംബം. അച്ഛൻ വളരെ നേരത്തെ മരിച്ചു പോയത്. പിന്നെ അമ്മയാണ് അവരെ ഇത്രയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് ലാസ്റ്റിലെ. പിന്നെ അവന് ഒരു തുണയായിട്ടാണ് ഇതുവരെ ഇങ്ങനെ, അമ്മയുടെ ഒരു തുണ അവനായിരുന്നു. ഇനി അവർക്ക് തുണയില്ലാതായി. ആകാശിന്റെ ഒരു ജോലി കൊണ്ടാണ് കുടുംബം അതെന്ന് നമുക്ക് പറയാം. അവൻ്റെ ഒരു വരുമാനമായിരുന്ന ഒരു വരുമാനം. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ, ദൈവത്തിൻ്റെ പേര് ഒരാഴ്ചയിൽ 7 ദിവസം അമ്പലത്തിൽ പോകുന്ന അവന് വേണ്ടിയിട്ട് അവൻ്റെ അമ്മ 7 ദിവസം അമ്പലത്തിൽ പോകുമായിരുന്നു. മാറി മാറി ഓരോ പാവന്മാർ വഴിപാട് കഴിക്കാൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ. അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ മിനിസ്റ്റർ വന്നു, അപ്പം പിന്നെ ചിറ്റയം ഗോപകുമാർ സാറ് വന്നു. അവരെല്ലാം അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാവുന്നുള്ള ഒരു ഇതിലുണ്ട്. പിന്നെ അവിടെ സുഹൃത്തുക്കൾ, അവൻ്റെ മകൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ സുഹൃത്തുക്കളും ഉണ്ട്. അവരെല്ലാം അവിടെ നിരന്തരം ഇത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ എല്ലാവരും ഇടപെട്ട്, നോർക്ക എല്ലാം ഇടപെട്ടിട്ട് വേണം എല്ലാം ഇത് കൊണ്ടുവരാൻ. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ അവിടെ ഈ അവധി സമയം കൂടെ, ഇതിൻ്റെ പെരുന്നാളിൻ്റെ അവധി സമയം കൂടെ, അതാണ് നമുക്കൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. ഈ 4 ദിവസം തുടർച്ചയായിട്ട് അവധിയാവുമ്പോൾ ഇതിന് കാലതാമസം ഉണ്ടാവും ഇവിടെ കൊണ്ടുവരാൻ. അതാണ് എപ്പോഴും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ലാസ്റ്റിൽ കിട്ടിയ ഇൻഫർമേഷൻ അതാ. എന്തായാലും ഇതാണ് രജനി ബന്ധു സംസാരിച്ചതുപോലെ തന്നെ എല്ലാ കുടുംബത്തിന്റെയും പ്രതീക്ഷയാണ് ഈ ഗൾഫിലേക്ക് പോയി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത ഈ വീട്ടിലേക്ക് വരുന്നത്. അല്പസമയം മുമ്പ് മന്ത്രി വന്നപ്പോൾ വീട്ടിലെ അകത്തേക്ക് കയറിയപ്പോഴൊക്കെ കുടുംബത്തിന്റെ ഒരു ദുഃഖം അത് നമുക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ്. അങ്ങനെ 5 പേരുടെ മരണം ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. എല്ലാ വീട്ടിലും സമാനമായ സാഹചര്യം തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അലമുറയിട്ട് കരയുന്നു. ആ ഒരു കാഴ്ച നമ്മളെ ഏവരുടെയും കാണുന്നവരുടെ ഏവരുടെയും കണ്ണും ചങ്കും തകർക്കുന്ന കാഴ്ച. നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ പോയി എന്നൊരു പ്രതീതി ഉളവാക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാളെ തന്നെയല്ലേ ആ മരിച്ചവർ. ആലോചിച്ച് നോക്കുക, അവരെന്ത് പാപം ചെയ്തിട്ടാണ് ആ ഒരു വിധി അവർക്ക് വന്നത്. കേവല ലാഭത്തിന് വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഈ ഒരു അനീതി. കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നല്ല നിയമം കൊണ്ടുവരണം ഇതേപോലുള്ള രാജ്യങ്ങളിൽ. പുറം രാജ്യങ്ങളിൽ പ്രവാസി ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇതേപോലുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ ശരിക്കും അവർക്ക് വേണ്ടിയാണ് നിലനിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളും നാളെ ഇതേ കണക്ക് പുറത്ത് പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നവരാണ്. ഞാനിവിടെ നിന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു ഗതി വരത്തില്ലെന്ന് ആര് കണ്ടു? ഞാൻ പുറത്ത് പോയി കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരത്തില്ലെന്ന് ആര് കണ്ടു? ഞാനും പുറത്ത് പോവും, നിങ്ങളും പുറത്ത് പോവും. പുറത്ത് പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ ഒരു ലൈഫ് വെച്ചുകൊണ്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് സെക്യൂർ ആവണം എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയായാലും ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് മരിച്ചവർ തിരിച്ചു വരത്തില്ല. എന്നാലും എൻ്റെ ഒരു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് പറയണം. അത് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാനൊരു പൗരനല്ലാതാവും. ഞാനൊരു മനുഷ്യനല്ലാതാവും. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സോമൻ ഫ്രം നേർക്കാഴ്ച.